അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് സുഹൈമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവൾ വീട്ടിലുണ്ടാക്കിയ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പഴംപൊരി, മുട്ടബജിയും കിഴങ്ങ് ബജിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകും പൊടി, പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ, അത് റൈസ് പൗഡർ. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർത്ത് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് അപ്പക്കാരം, അപ്പസോഡ, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും, നിങ്ങൾ അവിടേക്ക് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും കൂട്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ അതിന് ആവശ്യത്തിനനുസരിച്ച് വെള്ളം പാർന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കത് കളറില്ല തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്യുക. അപ്പോൾ ബാറ്റർ ഇതാണ് കേട്ടോ. ബാറ്റർ ഇങ്ങനത്തെ കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ മുട്ട പാകത്തിന് വെച്ചിട്ടുണ്ട്, പാകാവാന് വെച്ചിട്ടുണ്ട്. മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ അത് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടായ പാനിക്ക് എണ്ണ ഒഴിച്ച് നമുക്കത് പൊരിച്ചെടുക്കാം. വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പെട്ടെന്ന് റെസിപ്പി പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നല്ലവണ്ണം മുരിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ടീച്ചറാണ് കേട്ടോ, അവളൊരു സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് സംസാരിച്ചു കേട്ടോ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കണ്ടിട്ട്. അപ്പോൾ പാകമായാലും അത് കോരിയെടുക്കുക. ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കിഴങ്ങ് ബജിയും പഴംപൊരിയും ഒക്കെ പൊരിച്ചെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മുട്ട ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇനി നമുക്ക് ആ ബാറ്ററിൽ തന്നെയാണ് കിഴങ്ങും പൊരിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുട്ട ബജിയിൽ വേണമെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇടായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും ഇട്ടില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായതുകൊണ്ട്, ഞാൻ പെട്ടെന്ന് പറയാതെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. അരമണിക്കൂറിനുള്ളിലാണ് ഈ 3 സാധനങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയത്. അപ്പോൾ അങ്ങനെ കിഴങ്ങ് പാകമാല് വേവിച്ചെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. കരിയാൻ നോക്കണം. ഇവിടെ റെഡി ആയിട്ടുണ്ട് കിഴങ്ങ് ബജി. മുട്ട ബജി, കിഴങ്ങ് ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ, കടലമാവ്, പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പക്കാരൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വെള്ളം ചേർത്ത് പാകത്തിന് ബാറ്റർ തയ്യാറാക്കണം. ബാറ്ററിൽ വെള്ളം ലൂസ് ആവാനും പാടില്ല, കുറയാനും പാടില്ല. കൺസിസ്റ്റൻസി നോക്കണം കേട്ടോ. ബാറ്റർ വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പഴംപൊരിയൊക്കെ. അപ്പോൾ അത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഞങ്ങളിവിടെ ഇപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വിസ്ക് വെച്ചിട്ട്. കുറച്ച് വലിയ വിസ്ക് ആയോട്ടെ പെട്ടെന്ന് മിക്സായി കിട്ടി. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ട്സാണ് കേട്ടോ ഞാനും സുഹൈമയും. ഞങ്ങൾ ഒപ്പാണ് ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അവളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി പഴം മുറിക്കണം. അപ്പോൾ ഇവിടെ പഴംപൊരിക്ക് വേണ്ടി പഴം മുറിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ പകുതി രൂപത്തിലാണ്, ഹാഫ് രൂപത്തിലാണ് മുറിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ വലിയ രൂപത്തിലും
നീണ്ട രൂപത്തിൽ മുറിച്ചെടുക്കാം. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് പാനിൽ നിന്ന് കോരിയെടുക്കാൻ പാകത്തിനാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ രൂപത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ എല്ലാതും ഇട്ട് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതെ നോക്കണം കേട്ടോ. ഒട്ടിപ്പിടിച്ചാൽ പിന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒട്ടിപ്പിടിച്ചാൽ മാവ് അത് ഉടഞ്ഞു പോകും കേട്ടോ. പഴം ഉടഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉടഞ്ഞു പോവാതിരിക്കാൻ. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം. എന്നാലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അവളും പണ്ട് മുതലേ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരേ പോലത്തെ ഡ്രസ്സാണ് കേട്ടോ പണ്ട് മുതലേ എടുത്തിരുന്നത്. അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറിച്ചിട്ട് കൊടുത്ത് കോരുക. അപ്പോൾ പഴംപൊരിയും കിഴങ്ങ് ബജിയും മുട്ട ബജിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു ഹോർലിക്സും കുടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഓക്കെ ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ബായ്.